2026 നിയമസഭാ ഇലക്ഷനിൽ കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ UDFിൻ്റെ സ്ഥാനാർത്ഥികളാവാൻ സാധ്യതയുള്ളവർ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്കാണ് സാധ്യത എന്ന് നമുക്ക് പരിശോധിക്കാം. കൊല്ലം ജില്ലയിൽ നമുക്കറിയാം 11 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 2021 അതായത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടിടത്ത് മാത്രമാണ് UDFിന് വിജയിക്കാൻ കഴിഞ്ഞത്, കരുനാഗപ്പള്ളിയും കുണ്ടറയും. ബാക്കി 9 നിയമസഭാ മണ്ഡലങ്ങളിലും LDF വിജയിച്ചു. എന്നാൽ 2016 അതായത് 2021 മുമ്പുള്ള നിയമസഭാ ഇലക്ഷൻ 2016 ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 11 ഇടതുപക്ഷം വിജയിച്ചു. അതായത് 2021 കൊല്ലത്തെ 11 നിയമസഭാ മണ്ഡലങ്ങളിലും UDF സമ്പൂജ്യമായിരുന്നു. എന്നാൽ 2026 ശക്തമായ പോരാട്ടത്തിന് UDF ഒരുങ്ങുകയാണ്. UDFിനെ സംബന്ധിച്ച് ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ്, RSP, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എന്നീ പാർട്ടികൾക്ക് ശക്തമായ സ്വാധീനമുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിലും UDFിന് സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ അവർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം കൊല്ലം നിയമസഭാ മണ്ഡലം നിലവിൽ ഇടതുപക്ഷമാണ് അവിടെ വിജയിച്ച് വന്നിട്ടുള്ളത്. എന്നാൽ 2026 നിയമസഭാ ഇലക്ഷനിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നത് മുൻ DCC പ്രസിഡന്റും നിലവിൽ AICC മെമ്പറുമായിട്ടുള്ള അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയായിരിക്കും 2026 കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അടുത്ത പത്തനാപുരം നിയമസഭാ മണ്ഡലം നമുക്കറിയാം, നിലവിൽ കേരളത്തിലെ മന്ത്രിയായിട്ടുള്ള KV ഗണേഷ് കുമാറിൻ്റെ മണ്ഡലമാണ് പത്തനാപുരം. കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി അദ്ദേഹം തന്നെയാണ് പത്തനാപുരത്ത് വിജയിച്ചു വന്നത്. എന്നാൽ 2026 അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോൺഗ്രസിലെ KPCCയുടെ സെക്രട്ടറിയും കോൺഗ്രസിൻ്റെ വക്താവുമൊക്കെയായ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ അവിടെ മത്സരിച്ച് പരാജയപ്പെട്ട ജ്യോതികുമാർ ചാമക്കാല തന്നെയായിരിക്കും 2026 പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അടുത്ത ചവറ നിയോജക മണ്ഡലം നമുക്കറിയാം, നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സുജിത് വിജയംപിള്ളയാണ് ചവറ നിയമസഭാ മണ്ഡലത്തിൻ്റെ നിയമസഭാ സാമാജികൻ. എന്നാൽ 2026 അവിടെ UDFിന് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് മുൻ ചവറയുടെ MLAയും മുൻ കേരള തൊഴിൽ വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ടുള്ള UDFിൻ്റെ ശക്തനായ നേതാവ് RSPയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ ഷിബു ബേബി ജോൺ തന്നെയായിരിക്കും 2026 ചവറ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ചവറ RSPയുടെ സീറ്റ് UDFിൽ RSPയുടെ സീറ്റാണ്. അടുത്ത ചാത്തന്നൂർ നിയമസഭാ മണ്ഡലം നമുക്കറിയാം, ചാത്തന്നൂർ നിയമസഭാ മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണ്. അവിടെ കഴിഞ്ഞ 2 ടേമുകളിലായി, അതായത് 2021 2016 അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്താണ്. അവിടെ BJPയാണ് 2ാം സ്ഥാനത്ത് വരുന്നത്. എന്നാൽ 2026 നിയമസഭാ ഇലക്ഷനിൽ ചാത്തന്നൂരിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള സൂരജ് രവി ആയിരിക്കും. 2026 ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് സൂരജ് രവി ആയിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അടുത്ത കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലം നമുക്കറിയാം, നിലവിൽ UDFിൻ്റെ മണ്ഡലമാണ് കരുനാഗപ്പള്ളി. കാലങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ കുത്തകയാക്കി വെച്ചിരുന്ന കരുനാഗപ്പള്ളി കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന CR മഹേഷ് ശക്തമായ പോരാട്ടത്തിലൂടെ ശക്തമായ മാർജിനിൽ അദ്ദേഹമാണ് വിജയിച്ചത്. 2026 ഇലക്ഷനിലും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന നിലവിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കേരളത്തിലെ ജനകീയ MLAമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായ CR മഹേഷ് തന്നെയായിരിക്കും 2026 കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത്. അടുത്ത ഇരവിപുരം നിയോജക മണ്ഡലം നമുക്കറിയാം, UDFിൽ ഘടകകക്ഷിയായ RSPക്ക് അതേപോലെ മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ്. കഴിഞ്ഞ തവണ അവിടെ RSPയാണ് മത്സരിച്ചത്. എന്നാൽ 2026 അവിടെ RSPയാണോ മത്സരിക്കുന്നത്, മുസ്ലിം ലീഗാണോ മത്സരിക്കുന്നത്, അതുമല്ല കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഇരവിപുരത്തെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു സാധ്യതയും വന്നിട്ടില്ല. അടുത്ത കുണ്ടറ നിയമസഭാ മണ്ഡലം നമുക്കറിയാം, 2021 2 സീറ്റുകളിൽ 1 ലഭിച്ചത് കുണ്ടറയാണ്. PC വിഷ്ണുനാഥാണ് നിലവിൽ അവിടുത്തെ നിയമസഭാ സാമാജികൻ. 2026 PC വിഷ്ണുനാഥ് തന്നെയായിരിക്കും കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അടുത്ത പുനലൂർ നിയോജക മണ്ഡലം നമുക്കറിയാം,
CPIയുടെ കുത്തക മണ്ഡലമാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ അവിടെ UDFിലെ മുസ്ലിം ലീഗിൻ്റെ സീറ്റായിരുന്നു പുനലൂര്. അവിടെ പുനലൂരിൽ മുസ്ലിം ലീഗ് പരാജയപ്പെട്ടു. അടുത്ത തവണ 2026 പുനലൂർ മുസ്ലിം ലീഗ് ഏറ്റെടുക്കുമോ അതോ കോൺഗ്രസിന് കൊടുക്കുമോ എന്നറിയില്ല. കോൺഗ്രസിന് കൊടുക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള 2 വ്യക്തികൾ, ഒന്ന് അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ, മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയിട്ടിരുന്ന അഡ്വക്കേറ്റ് സഞ്ജയ് ഖാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതേപോലെ തന്നെ പുനലൂരിൽ കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ മറ്റൊരു വ്യക്തി കൂടി അവിടെ സാധ്യതയുള്ള വ്യക്തിയുണ്ട്. അത് അഡ്വക്കേറ്റ് സൈമൺ അലക്സ് ആണ്. യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും KPCC മെമ്പറും KPCCയുടെ നിലവിൽ സെക്രട്ടറിയും ഒക്കെ ആയിട്ടിരിക്കുന്ന അഡ്വക്കേറ്റ് സൈമൺ അലക്സും പുനലൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഒരാളാണ്. അടുത്ത ചടയമംഗലം നമുക്കറിയാം, നിലവിൽ അത് ഇടതുപക്ഷത്തിൻ്റെ CPIയുടെ സീറ്റാണ്, അവരെ കുത്തക സീറ്റാണ്. ചടയമംഗലത്ത് കഴിഞ്ഞ തവണ മത്സരിച്ചത് KPCCയുടെ MN നസീറാണ്. അദ്ദേഹം പരാജയപ്പെട്ടു. അടുത്ത തവണ 2026 അവിടെ കോൺഗ്രസിന് തന്നെ സീറ്റെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ചടയമംഗലത്ത് ഡോക്ടർ BS ഷിജുവിനാണ്. അതായത് ജയ്ഹിന്ദ് TVയുടെ MD ആയിട്ടിരിക്കുന്ന KPCCയുടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഡോക്ടർ BS ഷിജുവിനാണ് ചടയമംഗലത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ചടയമംഗലത്ത് RS അരുൺരാജ്, യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന RS അരുൺരാജിനും ചടയമംഗലത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവാൻ, UDFിൻ്റെ സ്ഥാനാർത്ഥിയാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അടുത്തത് കുന്നത്തൂർ നിയോജകമണ്ഡലം. നമുക്കറിയാം, നിലവിൽ RSPയുടെ കോവൂർ കുഞ്ഞുമോനാണ് അവിടുത്തെ MLA. 4 നൂറ്റാണ്ട് കാലമായി കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോൻ തന്നെയാണ് MLA. അവിടെ RSPകൾ തമ്മിലുള്ള പോരാട്ടമാണ്. 2026 പക്ഷേ ശക്തമായ പോരാട്ടം നടക്കും. 2026 അവിടെ UDFിന് വേണ്ടി മത്സരിക്കുന്നത് RSPക്കാണ് അവിടെ സീറ്റ്. RSPയുടെ യുവജന നേതാവ് RYFിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന ഉല്ലാസ് കോവൂരാണ് 2026 കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും UDFിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കാൻ പോകുന്നത്. അടുത്ത കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം നമുക്കറിയാം, നിലവിൽ KN ബാലഗോപാൽ മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം. കാലങ്ങളായി അത് R ബാലകൃഷ്ണയുടെ കുത്തക സീറ്റാണ്. എന്നാൽ ഒരു വേള അദ്ദേഹം അവിടെ പരാജയപ്പെടുകയും പിന്നീട് ഇപ്പോൾ നിലവിൽ CPMൻ്റെ സീറ്റാണ് കൊട്ടാരക്കര സീറ്റ്. അവിടെ കഴിഞ്ഞ തവണ 10,000 വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് അവിടെ KN ബാലഗോപാൽ വിജയിച്ചത്. എന്നാൽ 2026 നിയമസഭാ ഇലക്ഷനിൽ അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി വരാൻ 2 പേർക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഒന്ന് മുൻ MLA ആയിട്ടുള്ള CPMൻ്റെ നേതാവും മുൻ MLAയുമായിട്ടിരുന്ന ഐഷ പോറ്റി ഒരുപക്ഷെ 2026 കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് R രശ്മിയാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനോട് ശക്തമായ പോരാട്ടം നടത്തി. KN ബാലഗോപാലിൻ്റെ മാർജിൻ വളരെ കുറച്ച R രശ്മിക്കും കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ 2026 മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലത്തിലും UDFിൻ്റെ സ്ഥാനാർത്ഥികളായി വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഇവർക്കൊക്കെയാണ്. ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ നിയമസഭാ മണ്ഡലത്തിൽ 2026 മത്സരിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വ്യക്തികൾ, അത് ഇടതുപക്ഷത്തിൻ്റെ ആയാലും വലതുപക്ഷത്തിൻ്റെ ആയാലും BJPയുടെ ആയാലും സാധ്യതകൾ ആരായിരിക്കും എന്ന് നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.